സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഇന്നു മുതൽ വർധന. യൂണിറ്റിന് 9 പൈസ വീതം സർചാർജ് ഈടാക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനെന്ന് വിശദീകരണം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽജീവൻ മിഷന്റെ പേരിൽ ജല അതോറിറ്റിയുടെ തട്ടിപ്പ്. വോർക്കാടി പഞ്ചായത്തിൽ പല വീടുകളിലും ലഭിച്ചത് 10,000 രൂപയുടെ ബിൽ. 100ഓളം കുടുംബങ്ങൾക്ക് ജല അതോറിറ്റിയുടെ ജപ്തി നോട്ടീസും. വയനാട്ടിലെ നിയമനക്കോഴ വിവാദത്തിൽ കൂടുതൽ പരാതികൾ. ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെന്ന് താളൂർ സ്വദേശിയുടെ വെളിപ്പെടുത്തൽ. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന് 10ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ്. വിശദാംശങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നോട്ടീസ്. നവകേരള ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു. രൂപമാറ്റം വരുത്തിയ ശേഷമുള്ള ആദ്യ സർവീസ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക്. സീറ്റുകളുടെ എണ്ണം കൂട്ടിയതും നിരക്ക് കുറച്ചതും യാത്രക്കാർക്ക് ആശ്വാസം. 24 ഇംപാക്ട്. തിരുവനന്തപുരം RCCയിലെ ഒളി ക്യാമറ വിവാദത്തിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി. RCC ഡയറക്ടറോട് വിശദീകരണം തേടി. ആരോപണ വിധേയനെ സംരക്ഷിച്ച് RCC. ഒളി ക്യാമറ സ്ഥാപിച്ചതിന് തെളിവില്ലെന്ന് ഡയറക്ടറുടെ മറുപടി. ലാബ് ടെക്നീഷ്യനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് 9 വനിതാ ജീവനക്കാർ. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പ്രൊഫസർ KS മണിലാൽ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശാസ്ത്രപ്രതിഭ.